മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ള പോലെ സവർണത്വം അവർണത്വം ഒരു പാർട്ടിയിലും ഇല്ല. ഇത് പട്ടാളക്കാരൻ്റെ വാക്ക്. എൻ്റെ ഇന്ത്യ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് എൻ്റെ പാർട്ടിയാണ്. ഞാനിവിടുന്ന് ഒരു MLA ആയിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കേട്ടേ പറ്റൂ സെൻട്രൽ. വെള്ളാപ്പള്ളിയുടെ അച്ഛൻ പറയുന്ന പോലെ ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായത് ഇപ്പോഴാ, മറ്റേത് നമ്പ്യാരും നായരുള്ളായിരുന്നു. പറഞ്ഞില്ലേ അവര് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ. നമ്മളിങ്ങനെ പോവാം. കാരണം കർമ്മം ചെയ്യേണ്ട ദൈവം ഭഗവാൻ എപ്പോൾ ഉണരണമോ അപ്പോൾ ഉണർന്നിട്ട് നമ്മളറിയാത്ത രീതിയിൽ ഇവരൊക്കെ ഓണത്തിൽ കൊണ്ടുവരുന്നു. ഈ വർഗീയത എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷമായിട്ടുള്ള സംസാരിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്ന ആരാണ്? ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ്. ഊറ്റം കൊള്ളുന്നതാണ്. എന്തായാലും സജീവമായി BJPയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. സ്ഥാനാർത്ഥിയാകും എന്ന ഒരു സൂചന കൂടി നൽകുന്നു. ആയില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി അത് മനസ്സിലായി. സീറ്റിന് വേണ്ടി അല്ല, പലപ്പോഴും പാർട്ടി നിർബന്ധിച്ചപ്പോഴും വേണ്ട എന്ന് പറഞ്ഞ ആൾ ഇത്തവണ നോ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതില്ല, കാരണം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഒരു എന്തെങ്കിലും ആ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു വിന്നിങ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ വെറുതെ വന്ന് ഇങ്ങനെ കറങ്ങിയടിച്ചിട്ട് പൈസയും ഇല്ല. അപ്പോൾ അതിൻ്റെ ചില പ്ലാനിങ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ BJP പൊളിറ്റിക്സിൽ ഇന്റർണൽ പൊളിറ്റിക്സ് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം കാണുന്നൊരു മാറ്റം എന്താണ്? എനിക്കൊന്ന് പലപ്പോഴും അങ്ങ് സുരേന്ദ്രേട്ടൻ്റെ ഒരു പേര് പറഞ്ഞു പോയി. ഇപ്പോൾ സുരേന്ദ്രേട്ടൻ്റെ പല പ്രസ്താവനകളും, ഞാൻ സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ പല പ്രസ്താവനകളും നമ്മൾക്ക് കേൾക്കുമ്പോൾ മണ്ടത്തരമാണ് തോന്നും. ഇപ്പോൾ ഗണപതി വട്ടം, പക്ഷേ വോട്ടെണ്ണ ഇപ്പം അവിടെ വോട്ട് കൂടിയെന്നേ കൂടി 36 സീറ്റ് ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഷെയറിൽ എത്തിച്ചോ മനുഷ്യൻ. ഇവിടെ എന്താണെന്നറിയോ സോയി, ഇതിനകത്ത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യനാണ്. ആൻഡ് ഹീ നോസ് ദ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസും പല കാര്യങ്ങളൊക്കെ അറിയാം. രാജീവേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓർഗനൈസറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു ഈ 6 മാസത്തിനകത്ത്. ഓക്കെ ട്രിവാൻഡ്രം ഞാൻ പറയുന്നില്ല, ദേ ഓൾ വർക്ക്ഡ് ടുഗദർ. Along with that, there was an anti-incumbency against Arya Rajendran. Yes. അവരുടെ ആ മറ്റേ വലിയ അഹങ്കാരത്തിൻ്റെ ചെറിയൊരു അഹങ്കാരമായിട്ടാണ് ഞങ്ങൾ കളിയാക്കി പറയും. മാരാർജി ഭവനിൽ ആര്യ രാജേന്ദ്രന്റെ പടം വെച്ചിട്ടുണ്ടെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിൽ പറഞ്ഞാണ്. മാരാർജി ഭവനിൽ ആര്യ രാജേന്ദ്രന്റെ പടം കൊണ്ടുവച്ചിട്ട് നന്ദി എഴുതി വെച്ചിട്ടുണ്ട്. കാണും. കാരണം ആ കുട്ടി ചെയ്തിട്ടുള്ളത്, ഇനിയിപ്പോൾ അവരെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കോൺട്രവേഴ്സി വല്ലതും വരണ്ട. അവരെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തെല്ലാം അഴിമതികളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുണ്ടോയെന്നുള്ള അറിയില്ല. ചിലപ്പോൾ ഈ പാർട്ടിക്കാർ ഇതിനെ ഈ ഉണ്ടല്ലോ കുട്ടിക്കുറങ്ങനെ വെച്ചിട്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ അതിലൊന്നും അവർ വീണ് പോകാൻ പാടില്ലായിരുന്നു. ഒരു കയറി വരേണ്ട ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ യു ഷുഡ് ബി ഹാവിങ് എ സെൽഫ് ബ്രെയിൻ യൂസിങ്. മറ്റൊരു പറഞ്ഞ് മാത്രം കേട്ടാൽ, ഇപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിനെ നമുക്കറിയാം, ഇത് KC വേണുഗോപാൽ അപ്പുറത്ത് നിന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇന്ന് മീഡിയ ഹാസ് ബിക്കം സോ അഡ്വാൻസ്. അവിടെ ഇരുന്ന് പറയുന്ന ചെറിയ വാക്കുകളടക്കം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഇത് KC മനസ്സിലാക്കണം. അപ്പം അതൊന്നും മനസ്സിലാക്കാതെയാണ് അവിടുത്തെ പഴയ മേയർ കൈവിട്ടു പോയത്. അപ്പോൾ അവർക്ക് അവിടെ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ തന്നെ അവർ മനസ്സിലാക്കണം, പാർട്ടി പോലും എനിക്കിട്ട് പണി തന്നിരിക്കുന്നത്. കാരണം പാർട്ടിക്കും ഫെഡപ്പായി. ഇതേ സംഭവം തന്നെയാണല്ലോ ഇവിടെ കണ്ണൂർ ആ ഒരു ആൾ മരിച്ചു, ദിവ്യ. പാർട്ടി ഈസ് ജസ്റ്റ് ബിക്കോസ് പാർട്ടിക്ക് ഇപ്പോൾ സർവൈവബിലിറ്റിയാണ് ആവശ്യം. അവർക്ക് പല രീതിയിലും അവർ കോണർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ദേ ആർ ബീൻ എക്സ്പോസ്ഡ്. ചെമ്പോ സ്വർണോ എന്ത് കേസാണെങ്കിലും ശരി, ദേ ആർ ബീൻ എക്സ്പോസ്ഡ്. അതിനകത്ത് മുഖ്യമന്ത്രി ഒന്നുമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാലും അപ്പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ. ഇപ്പം നാൾ ഇവർ ഈ വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടി ഇപ്പോഴും ചെയ്യുന്ന പോകുമ്പോൾ അവരുടെ പ്രവർത്തക ഇത് ചോദിച്ചു, സെൽഫി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഫേസ് കണ്ടാലും അറിയാമോ ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്. അല്ലാതെ നിവേദനം കാണിച്ചപ്പോൾ ദേഷ്യപ്പെട്ടല്ല എന്നുള്ളത്. പിന്നെ അതിനെ പിറ്റേ ദിവസം അവരെ കൊണ്ട് തന്നെ മാറ്റി എഴുതിപ്പിക്കുക. ഇതൊക്കെ എന്താണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയമാണ് ജനങ്ങൾ വെറുത്തതെന്നാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് കാണിച്ചത്. അപ്പോൾ അതിൽ എന്ത് ഗെയിം പ്ലാൻ ചെയ്താലും ശരി, ഹീ ഈസ് ഡൂയിങ് സർട്ടൻ തിങ്സ് ബൈ നൗ പുട്ടിൻ്റെ ഘടകകക്ഷികളെ മുഴുവൻ ഒരുമിപ്പിക്കുന്നൊരു സംഭവം നടക്കുന്നുണ്ട്. അതിലിപ്പോൾ 2020 വന്ന് കയറി. ഇതൊക്കെ നിങ്ങളറിയാത്ത ചലനങ്ങൾ നടത്തും ഇവിടെ. കാരണം എത്രയോ ചെറുപ്പക്കാർ 2020-ലുണ്ട്.
അത് അന്ന് ഈ BJP-യോട് അങ്ങനെയൊന്നും വലിയ വിശ്വാസമില്ലാതിരുന്ന സമയത്ത് 2020 എന്ന് പറയുന്ന സാബു കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സിൻസിയറിറ്റി ടുവേഴ്സ് ദിസ് പബ്ലിക് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ BJP-ക്കാരും കൂടെ ചേരുന്ന സമയത്ത് സ്ട്രെങ്ത് കൂടുകയാണ്. ഇതൊക്കെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പം നടത്തുന്നത് സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്തും. പക്ഷെ സുരേന്ദ്രനും വളരെ ഷൂഡാണ്. ആൻഡ് ഹീ ഹാഡ് കം ഫ്രം ദ അടിയും പിടിയൊക്കെ കൊടുത്തിട്ടും വാങ്ങിയിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ. ഒരു ബിലോ മിഡിൽ ക്ലാസ്സിൽ സുരേന്ദ്രനും അപ്പർ മിഡിൽ ക്ലാസ്സിൽ രാജീവ് ചന്ദ്രശേഖർ. അതായിരിക്കും. പക്ഷെ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ അപ്പറും ലോവറൊക്കെ പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ള പോലെ സവർണത്വവും അവർണത്വവും ഒരു പാർട്ടിയിലും ഇല്ല കേട്ടോ. നിങ്ങളറിയാനായിട്ടാണത്. എനിക്കുള്ളതെന്നുള്ള ഇൻഫർമേഷൻ ഇല്ലയെന്ന് സാറിന് അറിയില്ല. ഇവിടെ ബ്രാഹ്മണ്യത്വം ഇതൊക്കെ ഇവിടെ ഇതിനകത്ത് നിങ്ങൾ കാണണം. ചില ആളുകളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാക്രി ലീഡേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെടാ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇതൊക്കെ ഇതുണ്ട്. അല്ല അവർ അത് വെള്ളാപ്പള്ളി ഗണേശൻ പറയുന്ന പോലെ ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായത് ഇപ്പോഴാ, മറ്റേത് നമ്പ്യാരും നായരും ഉള്ളായിരുന്നു. പറഞ്ഞില്ലേ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, അപ്പോൾ അവർ വന്നപ്പോൾ എന്താ ഇനിയിപ്പോൾ നായരും നമ്പ്യാരൊക്കെ ഒതുക്ക്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആവണമെങ്കിൽ മിനിമം യോഗ്യത നായരോ നമ്പ്യാരോ ആവണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാ? വേറെ ആരോ ഉണ്ടായിട്ടുള്ളത്? അപ്പം എന്താ, അപ്പോൾ ഇപ്പം വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട് പാട്ടും പാടിച്ചുകൊണ്ട്. ഞങ്ങൾ മറ്റേ വേണം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായിട്ട് ഈസ് ക്രിയേറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ്. എവിടെയാണോ ഇങ്ങനെയുള്ള ജാതി പ്രശ്നമുള്ളത്? ഒന്നുമില്ല. അത് പുള്ളിക്ക് കൈയടിക്കുന്നവർക്കും ആർപ്പ് വിളിക്കുന്നവർക്കും പുള്ളി പറയുന്ന രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല. അതാണ് ആ ചെറുക്ക്. അതും ഇതുപോലെ തന്നെ പോയിട്ട് എവിടെയെങ്കിലും പോയി കൊടുക്കാൻ പോകണം. ഈ ആര്യ രാജേന്ദ്രനെ പോലെ ഇവർ ചുടുചോറ് വാരിക്കുകയാണെന്നുള്ള ഈ പയ്യന് മനസ്സിലാവുന്നില്ല. എന്ന് ഈ പാട്ടൊന്നും വേടൻ അതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ വേടനോട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. എനിക്ക് മനസ്സിലായത് വേടൻ അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം. പിന്നെയും എന്തുകൊണ്ട് വേടൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിലെ ചോദ്യമാണ്. പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ശരി, ഞാൻ ചോദിച്ചിട്ടുണ്ട് വേടൻ ഈ പരിപാടികളിലൊക്കെ സഖാവ് വേടൻ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി ഒരിടത്ത് പോയപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്നു സഖാവ് വേടൻ എത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അറിഞ്ഞുകൊണ്ട് അല്ല, അവനും ഇപ്പം വേടൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറി ഇതുപോലൊരു പാട്ടുകാരൻ്റെ കല്യാണം അനൗൺസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എവിടെ എന്ന് പറഞ്ഞാൽ അവർ കളിപ്പിക്കണം. അവരാകെ വെപ്രാളത്തിലാണ് ഇപ്പം. എവിടെ കേട്ട കുട്ടികൾ 4 വയസ്സുള്ള കുട്ടികളൊക്കെ പാടിക്കുക സ്വർണ്ണം കെട്ടവൻ അറപ്പാന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പാട്ട് ഇവർക്കും ഒരു അടിയെന്ന് പറഞ്ഞാൽ മുടിഞ്ഞടിയായിപ്പോയി. അതിനിപ്പോൾ ബാൻ ചെയ്യാൻ ഹൈക്കോടതിയിലൊന്നും കൊണ്ട് കൊടുത്താലും നടക്കില്ലത്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇലക്ഷനകത്ത് ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിന്? തിരുനാവായ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് തിരുനാവായ ഇവരും നിർത്താൻ നോക്കിയില്ലേ പിണറായി സർക്കാർ? പറ്റില്ല, അത് മലപ്പുറത്താണെന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടല്ലേ നമ്മളത് വാങ്ങിച്ചു വന്ന്. എന്നിട്ട് എന്തുണ്ടായത്? അവിടുത്തെ മുസ്ലിം സഹോദരന്മാരും സഹോദരികളും അവരുടെ വീടുകളാണ് നമുക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് തന്നത്. ഇങ്ങനെ പറഞ്ഞത് അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുന്നത് ഒന്നും ഉണ്ടായില്ല. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ ഒന്ന് പോകണമായിരുന്നു. അത് ചില കാര്യങ്ങളെ കൊണ്ട് പോകാൻ പറ്റും. രാജീവിനും പോയിട്ടുണ്ടായിരുന്നില്ല? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പോയിട്ടുണ്ട്. ശങ്കു ടി ദാസ്, ഞാൻ പോയപ്പോൾ ശങ്കുവാണ് എന്നോട് കാണാൻ പറ്റുന്നത്. ഞാൻ ശങ്കുവിനെ കണ്ടില്ല. ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് അറിഞ്ഞിട്ടുള്ളതും കണ്ടതും എന്ന് പറഞ്ഞാൽ എല്ലാം പോകുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് കൂടെ കംപ്ലീറ്റ് ഗേറ്റും തുറന്നിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനൊരു ട്രാഫിക്കിൽ കുടുങ്ങിയപ്പോൾ കുറേ ആൾക്കാരോട് നിൽക്കുന്നത്. അല്ല, അവർക്ക് മലപ്പുറം എന്താണെന്ന് അറിയില്ലെന്ന്. അതാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം പിണറായി സഖാവ് പറയുകയാണെങ്കിൽ ശരി, MP ഗോവിന്ദൻ പറയാൻ, അവിടെ അവർക്ക് ഹിന്ദുക്കളുമായിട്ട് യാതൊരു പ്രശ്നമില്ല. അവർ 10 പൈസ ഉണ്ടാക്കാൻ അവർ പറഞ്ഞെന്താ പറയുക, സാറേ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും? ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ഞാൻ ഈ കേരള കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് സംഘാടകരുമായി എടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മണ്ടന്മാരായത് കേരള സർക്കാരാണ്. അതെ, ഈ പരിപാടിക്ക് ഒരു അനുകൂലമായിട്ടൊക്കെ നിന്നായിരുന്നെങ്കിൽ ഖജനാവിലേക്ക് എത്ര രൂപ ഒഴുകി? ഖജനാവ് ഒരു ടൂറിസം വേറെ ലെവലിൽ അതിപ്പോൾ എന്തുണ്ടായി? അത് അവിടുത്തെ ലോക്കൽസ് സമ്പാദിച്ചു. ഇത് സംഭവിച്ചെന്താ, ഇത് സംഘപരിവാറിന് ഭയങ്കര മൈലേജ് കൊടുത്തു. BJP സംഘപരിവാർ ശക്തികൾക്ക് ഭയങ്കര മൈലേജ് കൊടുത്തു. അവിടുത്തെ കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും CPM അവിടെ ചെന്നിട്ട് നെഞ്ചും മരിച്ച് ഈ പരിപാടിക്ക് കൂടെ നിന്നാ ഈ പറയപ്പെടുന്ന സംഘപരിവാറുകാരനോ BJP-കാരനോ മൈലേജ് കിട്ടില്ല. ഞാൻ പോയ സമയത്ത് ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആയിട്ടോ മണ്ടനാണ്. മുഹമ്മദ് റിയാസ് മണ്ടനാണ്. എനിക്ക് തോന്നുന്നതായിരിക്കും. കാരണം അവർക്കൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നാരോ മൈൻഡഡ്നെസ് വരുന്ന സമയത്ത്, പക്ഷേ അവരറിയുന്നില്ല അവരുടെ ഈ ഗെയിം മാറാൻ പോവാണ്. ഇവരിനി ഈ വർഗീയത ഇവിടെ കൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് മുസ്ലിംമാർ അടക്കം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട, ഞങ്ങൾ ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോണ്ട് എന്ന് പറയാൻ തുടങ്ങിയവർ.
അതാരോട്? കമ്മ്യൂണിസ്റ്റുകാരോടെ പറയുന്നത്. അപ്പം ഞാൻ അന്ന് ചെന്നിട്ട് അവിടെ ഒരു അമ്പലത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ കൊടുത്തപ്പം, കാരണം ചതുർമുഖ ബ്രഹ്മാവ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ക്ഷേത്രം കേരളത്തിൻ്റെ തിരുനാവായയുടെ ഓപ്പോസിറ്റുള്ള, അത് ത്രികോണ അമ്പലങ്ങളാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അപ്പോൾ വിഷ്ണു ഇപ്പുറത്തും ബ്രഹ്മാവും മഹേശ്വരനും ഇവിടെയാണ്. ഞാൻ തവനൂരാണ് പോയി ഇറങ്ങിയതും. അവിടെ നിന്ന് പോയിട്ട് ജഗ്ഗുസ്വാമി നമ്മുടെ അമൃതയുടെ അവിടെയാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കറങ്ങിയടിച്ച് വന്ന്. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ചിട്ട് വളരെ പുരാതനമായിട്ടുള്ള അമ്പലമാണ്. അതിൻ്റെ വീഡിയോന് ശേഷം ആൾക്കാർ എന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കണം, തിരൂർ ഞങ്ങളുടെ സൈഡിൽ ഇങ്ങനൊരു അമ്പലമുള്ള വിവരം ഞങ്ങൾക്കറിയില്ല. ഹിന്ദു എന്ന് പറയുന്ന ജന്തുവാണ് ഈ പറയുന്നത്. കാരണം അവൻ്റെ മൂക്കിൻ്റെ താഴത്തുള്ള ഈ അമ്പലത്തെക്കുറിച്ച് അവനറിയില്ല. എന്നിട്ട് ഇപ്പം നാൾ പ്രകാശ് അവിടുത്തെ മാനേജറാണ്, അങ്ങനെ സാറേ സാറിൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, ഇപ്പം ജനം ഒഴുകുകയാണ് ഈ അമ്പലങ്ങളിലേക്ക്, രണ്ടിലേക്കൊന്ന്. ഞാൻ പറയാം എന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും പറ്റിയല്ലോ. തിരൂര് ക്ഷേത്രങ്ങളല്ലേ, ഇപ്പം തിരൂർ എന്നൊക്കെ പറയുമ്പോൾ ആളുടെ മനസ്സിൽ പള്ളികൾ മാത്രം, അവിടെ എത്രയോ പൗരാണികമായ ക്ഷേത്രങ്ങളുണ്ട്. അതെന്നെ ബീഹാറിലെ ഒറീസയിലെ മറ്റാണ് നമ്മുടെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ളത്. ഇവിടെ ഇങ്ങനെയുള്ള സംഭവമുള്ള ഒരാൾക്കും അറിയില്ല. കേരളത്തിൽ ബ്രഹ്മക്ഷേത്രം ഉണ്ടെന്നുള്ളത് അതും ചതുർമുഖി. എനിക്കറിയാവുന്ന ഒരു ക്ഷേത്രം തെങ്കാശിയിൽ പാട്ടാക്കുറിശ്ശിയിൽ അങ്ങനെ എന്തോ അടുത്ത കാലത്ത് സ്ഥാപിച്ചൊരു ക്ഷേത്രമുണ്ട്. ഇത് ആയിരക്കണക്കിന് പഴക്കമുള്ള കല്ലാണത്. ഇത് എത്ര ആയിരം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ നമ്മൾക്ക് ആ ശിവൻ്റെ അമ്പലം അതുപോലെ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആൾക്കാർ ഒഴുകാൻ തുടങ്ങുന്നത്. പിന്നെ ഒരു ദിവസം 8 ലക്ഷം 10 ലക്ഷം ജനങ്ങളവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിചാരിച്ച ആരെ നീ ഒതുക്കണം എന്ന് വിചാരിച്ച ആ ഒതുക്കണമെന്ന് വിചാരിച്ചവനാണ് ഉണർന്നിട്ട് ഭാരതപ്പുഴയിൽ വന്നങ്ങ് ഒഴുകിയത്. അവർ വന്ന് കാണിച്ചു തന്നു. അതെന്താണ്? അവിടെയാണ് ആത്മീയത പിന്നെയും വരുന്നത്. എവിടെയെല്ലാം ഞാൻ വിട്ടു തരും നിന്നെ, പക്ഷെ അധർമ്മം എനിക്ക് സഹിക്കാതെ വരുന്ന സമയത്ത് ഞാനങ്ങ് വരുമെന്ന്. അത് ആ രൂപമായിരുന്നു ഹിന്ദുക്കൾ അവിടെ വന്നതും മുസ്ലിംസ് ഇവരെ സപ്പോർട്ട് ചെയ്തു. അതാണ് അതിൻ്റെ സൗന്ദര്യം. അതാണ് എൻ്റെ സൗന്ദര്യം. ഇത് തിരുനാവായയിൽ മലപ്പുറത്ത് നടത്തണം എന്നുള്ളതാണ് എൻ്റെ സൗന്ദര്യം. എന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് മത സൗഹാർദ്ദം അവിടെ കാണിച്ച് ദൈവം കാണിച്ചു കൊടുത്തു. ഞാനിവിടെ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ മുസ്ലിംസ് ആയിരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. 1-2 പുഴുക്കുത്തുകൾ വന്നു. ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ, നമ്മളത് ഓപ്പണായി പറയുന്നത് ശരിയല്ലാതുകൊണ്ട് പറയുന്നില്ല, 1-2 സംസാരങ്ങൾ ഒഴിവാക്കപ്പെടാവുന്നതായിരുന്നു. 1-2 പ്രസംഗങ്ങൾ അതിഥികളായി വന്നവരുടെ ഒരു മതസൗഹാർദ്ദത്തിന് കേടുപാടുണ്ടാക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരായ. അതിൽ ഞാൻ പറയുമ്പോൾ അങ്ങനെയുള്ളത് ഹിന്ദുക്കളിലും ഉണ്ട്. ഇങ്ങനെ ഈ ഹൈന്ദവരുടെ കാര്യം പറഞ്ഞു അത് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ ഈ വർഗീയത എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷമായിട്ടുള്ള സംസാരിക്കരുത്. അത് സംസാരിക്കുമ്പോൾ എന്താണ്, നീ ശരിയായിട്ടുള്ള ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറയുന്ന ആരാണ്? സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവൻ്റെ വിശ്വാസങ്ങളിൽ എല്ലാവിധത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവന് കൊടുത്തുകൊണ്ട് അവനെ ഒരിക്കലും വേദനിപ്പിക്കാത്ത രീതിയിൽ അവൻ്റെ വിശ്വാസത്തിലുള്ള ദൈവത്തിനെ വിശ്വസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് സനാതനധർമ്മി. ഇത് ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നതാണ്. ആ ആർഷഭാരത സംസ്കാരം എന്തെന്നുള്ളത് അറിയാത്ത ഇന്നത്തെ പുതിയ തലമുറയിൽ പൊട്ടിമുളച്ചിട്ടുള്ള ചില നേതാക്കന്മാർ ഹിന്ദുവിനെ ഉദ്ധരിക്കാനെന്ന് പറഞ്ഞാൽ ആ ഹിന്ദു അടക്കം അവനെ കാർത്തുപ്പം. കാരണം ഹിന്ദു ഡസൻ വാണ്ട് അൺപ്ലസൻറ്റ്നെസ്. അവർ സമാധാന പ്രിയരാണ്. അപ്പം അവർക്ക് വേണ്ടി നീ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ വിഷമിക്കുന്നത്. അപ്പം നീ അടക്കം വിഷമിച്ചു. നിനക്ക് പറഞ്ഞില്ല അങ്ങനെ അവർ സംസാരിക്കാൻ പാടില്ല. ശരിയാണ്. ഒരു ഹിന്ദുവായിട്ടുള്ള തനിക്കത് പറയാമെങ്കിൽ അപ്പോൾ എത്ര ഹിന്ദുക്കൾക്ക് അത് വേദനിച്ച് കാണും. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ തന്നെ മാറ്റിയിടണം. ഈ അവിടെ ചെന്നവർ എല്ലാവരും BJP-കാരോ സംഘപരിവാരോ ഒന്നുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇനിയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ പോവുക. കാരണം കർമ്മം ചെയ്യേണ്ട ദൈവം ഭഗവാൻ എപ്പോൾ ഉണരണമോ അപ്പോൾ ഉണർന്നിട്ട് നമ്മളറിയാത്ത രീതിയിൽ ഇവരൊക്കെ ഓണത്തിൽ കൊണ്ടുവരും ഇങ്ങോട്ട്. അതാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വന്ന് കയറിയത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആര്? അവിടെയുള്ള ലോക്കൽ മുസ്ലിംസും. സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ സാധ്യത അവിടെ കിടന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അവർ നോക്കുന്നത് ഇപ്പോൾ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ എന്താണ് ഹാപ്പി, അത് വേറെ മാപ്പിൽ കയറുകയാണ് ഇപ്പോഴേ. ടൂറിസത്തിൻ്റെ അതിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് പോരുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആര് നിങ്ങളുടെയൊക്കെ പാർട്ടിക്കാരാണെങ്കിൽ ശരി, ആദ്യം റോഡും കാര്യങ്ങളൊക്കെ വൃത്തിയായിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് അല്ല പോണത്, ഈ സ്ഥലം മാറാൻ പോകണമെന്നത് വളരെ കാണേണ്ടതെന്ന്. ആൻഡ് ദേ വർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണോ നീ ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞ് ഇവിടെ തല്ലുപിടിക്കുന്നത്? അത് ഈ 10 വോട്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ലേ? ഇപ്പം പറഞ്ഞല്ല പറയാം അടുത്ത്. എന്തിന് ഗോവിന്ദമാഷ അന്ന് പറഞ്ഞില്ലേ ഗണപതി മിത്താണ്. ഇപ്പം മൂപ്പർക്ക് അറിയില്ല ഇന്നത്തെ ടെക്നോളജി ഇത്രയും. അത് ഒരു സൈഡിലിട്ടിട്ട് അതാണ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഞാൻ എപ്പോഴേ പറഞ്ഞു
ഇത് ഇപ്പം ഇന്നിപ്പം നുണ പറഞ്ഞാൽ നിൽക്കില്ല. കാലം മാറി. കാലം മാറി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ നുണ വരെ കുത്തിപ്പൊക്കി ഇപ്പൊ ഓക്കെ. എന്തായാലും എല്ലാവരും ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു മതസൗഹാർദ്ദം അത് അങ്ങനെ നിലനിൽക്കട്ടെ. വികസനാത്മകമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ മിലിറ്ററിയിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള എനിക്ക് NSTയുടെ ഒരു കഥ കൂടി കേൾക്കണമെന്നുണ്ട്. അതിനൊരു അവസരത്തിലാകാം. സിനിമയിലും വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള മേജർ രവി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ സജീവമാകുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ എന്തായാലും 140 മണ്ഡലങ്ങളിൽ ഒന്നിൽ അങ്ങ് ഉണ്ടാകുമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളും കേട്ടിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടും കഴിഞ്ഞ ആൾക്കാർ അത് ചെയ്തില്ല ഞാനത് നോ, ഞാൻ ഓൾറെഡി ഏത് മണ്ഡലമാണെങ്കിൽ ശരി അവിടുത്തെ ഫുള്ളൊരു ഏകദേശം രൂപ ഉള്ളതുകൊണ്ട് പലയിടത്തും പോയിട്ട് ഞാൻ ഒബ്സർവേഷൻ നടത്തുന്നു. അവിടെ എന്താണ് ഇല്ലാത്തതെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എന്തുകൊണ്ട് ഇവരിത് കൊടുത്തില്ല? പിന്നെ എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഇത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഈ സംഭവം ഞാൻ 2 കൊല്ലത്തിൽ നടത്തിത്തരാം. കാരണം എൻ്റെ ഇന്ത്യ ഭരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് എൻ്റെ പാർട്ടിയാണ്. ഞാനിവിടുന്ന് ഒരു MLA ആയിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കേട്ടേ പറ്റൂ സെൻറ്ററിന്. കാരണം ഇവിടെ ഇതേവരെ നിങ്ങളുടെ MLA ഉണ്ടായിട്ടില്ല ഈ പർട്ടിക്കുലർ ഏരിയയിൽ. അപ്പം പല കാര്യങ്ങളും ഈവൻ സെൻറ്ററിൻ്റെ ആണ് റെയിൽവേ, അങ്ങനെ പല സംഭവങ്ങളും സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത് എനിക്ക് വാഗ്ദാനം കൊടുക്കാൻ പറ്റും. അവിടെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ മുഴുവൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് 2 കൊല്ലത്തിൽ മോദിജി എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തു പോകും. എനിക്ക് അധികാരമൊന്നും വേണ്ട. ഞാനൊരു വാക്ക് ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇതന്നെയായിരിക്കും ഞാൻ അവിടെ പോയിട്ട് ഏത് മണ്ഡലമാണെങ്കിൽ ഞാൻ പോയി പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് തരാം, പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ MLA എന്ത് ചെയ്തു എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പോലും അറിയണ്ട. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നത് അത് പബ്ലിക്കായിട്ട് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തിൽ നടത്തിയില്ലെങ്കിൽ പിന്നെ അത് മോദിജിയുടെ പ്രശ്നമാണ്. മോദി ഞാൻ ജയിച്ചു വന്നു, ഇനി രാജീവട്ട നിങ്ങളും എന്താ ചെയ്തോളി, ഇല്ലെങ്കിൽ മൂപ്പരോട് പറഞ്ഞേക്ക് ഇതൊരു പ്രാന്തരാണ്, ഇത് റിസൈൻ ചെയ്തിട്ട് തിരിച്ചങ്ങ് പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു തുടക്കം നമുക്ക് മാറ്റം വരുത്തണം. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരായിട്ട് മാറണം. അതായത് ഇതും മാറിയിട്ട് വെറും മരണത്തിനും കല്യാണത്തിനും വീട്ടിൽ പോയി വരാനുള്ള MLA ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്ന് വരുമായിരിക്കും, അതിപ്പോഴേ പറയുകയാണ്. മരണത്തിന് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട ഫ്യൂച്ചറോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അല്ല വെറുതെ ഒരു ബൊക്കയും അല്ലെങ്കിൽ ഒരു മാലയും വാങ്ങിക്കൊണ്ട് നടക്കുന്ന ആളാവില്ല. ഡെവലപ്മെൻറ്റ് എന്താണ്? യെസ്, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ നേർത്തിരിക്കും. പല രീതിയിലും നമുക്ക് ഒന്നുമില്ലാത്തടത്ത് നിന്ന് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം പോലെ ചാരിറ്റിയും ഹെൽപ്പും ചെയ്യാൻ പറ്റും. എന്നിട്ട് അതൊന്നും ഇത് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്ക് 2 കൊല്ലത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മതി, ഒരു ഇലക്ഷൻ കൂടെ വന്നോട്ടെ, ഞാനില്ല അവിടെ. അപ്പം അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം മോദിജീനെ. ഞാനിവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ രാജീവേട്ടൻ്റെ അടുത്ത് പറയും എന്നെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് എനിക്ക് ഈ 5 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കൊല്ലത്തിനകത്ത് നടത്തി തരണം. എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടല്ല നോക്കുന്നത്. അങ്ങനെയുള്ള പ്രൊജക്ട് ഇപ്പം എത്ര ബോർഡുകളിൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നതുണ്ടെന്ന് പറയും. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പ്രത്യേക അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ വാഗ്ദാനം ചെയ്തിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. വാക്കാണ് സത്യം, വാക്കാണ്, അതുണ്ടായിരിക്കും. നിലപാട് വ്യക്തമാണ്. യെസ്, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.